വീണ്ടും റിണി രംഗത്ത്. ഇത്തവണ റിണി ഹിന്ദി ന്യൂസിലാണ് പോയത്. അതായത് മലയാള മാധ്യമങ്ങൾ റിണിയെ ട്രോളി കൊല്ലുന്നത് കൊണ്ട് ഹിന്ദി മാധ്യമങ്ങൾക്കിടയിലാണ് റിണി ഇത്തവണ പോയി പരാതി കൊടുത്തത്. എന്താണ് റിണി പരാതി കൊടുത്തത്? ആ ഒരു വീഡിയോ ദൃശ്യം ഞാൻ വെച്ച് തരാം. അതിനു മുമ്പ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രധാന കാര്യം, ഒന്ന്, കോളേജിലെ വിദ്യാർത്ഥികൾ, പെൺകുട്ടികളായ വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രി VD സതീശനെ കുറിച്ചിട്ട് ചില ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും അത് കേൾക്കണം. അതിനുശേഷം നമ്മുടെ രമേശ് ചെന്നിത്തല, ആഭ്യന്തരമന്ത്രിയായ നമ്മുടെ രമേശ് ചെന്നിത്തല ഒരു പാവം പോലീസുകാരന് വീഡിയോ കോൾ ചെയ്തിട്ട്, അതായത് അയാൾ ചെയ്ത നല്ല പ്രവൃത്തി, ഈ പോലീസുകാരൻ ചെയ്ത നല്ല പ്രവൃത്തിക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് അഭിനന്ദിക്കുന്ന ഞെട്ടിക്കുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും അത് കാണണം. അതിനുശേഷം റിണിയെ ബിഗ് ബോസ്, നമ്മുടെ ലാലേട്ടന്റെ ബിഗ് ബോസിലേക്ക് എടുക്കുന്നു എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന ഒരു റൂമർ വരുന്നുണ്ട്. ചിലരൊക്കെ റിണിയെ ബിഗ് ബോസിലെടുത്താൽ ലാലേട്ട നിങ്ങളെ ഞങ്ങൾ അൺഫോളോ ചെയ്യും, റിണിയെ ഒരു കാലത്തും ബിഗ് ബോസിൽ എടുക്കരുത് എന്ന് പറഞ്ഞിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ആ ഒരു വീഡിയോ ദൃശ്യം കൂടി ഞാൻ വെച്ച് തരാം. വിഷയത്തിലേക്കൊക്കെ കിടക്കാം. അതിനു മുമ്പ് ലൈക്ക് ചെയ്യണം. റിണി കാണിക്കുന്ന വൃത്തികേട് നാലാൾ അറിയണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഒന്ന് ഹൈപ്പ് ചെയ്യണം, സബ്സ്ക്രൈബ് തീർച്ചയായിട്ടും ചെയ്യണം. ഓക്കെ, നമുക്ക് ആദ്യം വിഷയത്തിലേക്ക് കിടക്കാം. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണണം. അതായത് ഇപ്പൊ പ്ലേ ചെയ്തു തരാം. ഡൽഹിയിൽ വലിയൊരു അപകടം നടക്കുകയാണ്. ഫ്ലാറ്റ് തകർന്ന് തരിപ്പണമാവുകയാണ്. എന്നാൽ അവിടുത്തെ BJP സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല. എത്രയോ പാവങ്ങൾ ആ ഫ്ലാറ്റിനടിയിൽ മരിച്ച നിലയിലാണ്, എടുക്കാൻ ആളില്ല. നിങ്ങൾ ഈ ഒരു വാർത്തയുടെ ദൃശ്യം ആദ്യം കാണണം. നടന്നിട്ട് 15 മണിക്കൂർ പിന്നിട്ടു. എന്നിട്ട് ഇപ്പോഴും അവിടെയുള്ള കുടുങ്ങിക്കിടക്കുന്ന 6 പേരെ കൂടി പുറത്തേക്ക് എത്തിക്കാനായിട്ട് രക്ഷാപ്രവർത്തകർക്ക് സാധിക്കുന്നില്ല. നമ്മളിന്ന് രാവിലെ മുതൽ അവിടെ എത്തുകയും അവിടുത്തെ നടപടികളെല്ലാം തന്നെ നിരീക്ഷിച്ചു വരികയാണ്. അത്തരത്തിലൊരു സംഭവം കേരളത്തിലായിരുന്നു സംഭവിക്കുന്നതെങ്കിൽ എത്ര വേഗത്തിലായിരിക്കും അവിടെ ഉണ്ടായിട്ടുള്ള രക്ഷാപ്രവർത്തനം എല്ലാം തന്നെ നടക്കുക, മാത്രമല്ല എത്രയും കാര്യക്ഷമമായിട്ടായിരിക്കും ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോവുക എന്നുള്ള കാര്യം ഒന്ന് താരതമ്യം ചെയ്യാനായിട്ടെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ചു പോകും. അത് കൃത്യമായി മനസ്സിലാക്കും കേരളത്തിൽ എത്രത്തോളം വേഗത്തിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ സാധ്യമാകുമെന്നതും ഡൽഹിയിൽ എത്രത്തോളം അലസമായിട്ടാണ് തികച്ചും അലംഭാവം എന്നുള്ള തരത്തിൽ തന്നെ പറയാം. അങ്ങനെ മന്ദഗതിയിലാണ് രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിരവധി ആളുകൾ തന്റെ ഉറ്റവരെ കാണാനില്ല, സുഹൃത്തുക്കളെ കാണാനില്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് അവിടെ നിരവധി ആളുകൾ തടിച്ചുകൂടിയിരുന്നു. ഇവരെയൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം ഇടയ്ക്കൊന്ന് വേഗത കൂട്ടുക എന്നുള്ള കാര്യമാണ് അവിടെയുള്ള രക്ഷാപ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ 15 മണിക്കൂർ പിന്നിട്ടു എന്നുള്ള കാര്യം പറഞ്ഞു. ഇനിയും ആളുകൾ കുടുങ്ങി കിടക്കുന്നുണ്ട്. ഇവരെ പുറത്തേക്ക് എത്തിക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യം, പ്രത്യേകിച്ചും ആ 5 നില കെട്ടിടം അത് പൂർണ്ണമായിട്ടും എപ്പോൾ അവശിഷ്ടങ്ങൾ മാറ്റി കഴിയാൻ സാധിക്കും, അതിനു വേണ്ടിയുള്ള ക്രെയിനോ സാമഗ്രികളോ ഡൽഹിയാണ്, എന്നിട്ട് പോലും കൃത്യമായി എത്തിക്കാൻ സാധിക്കുക എന്നുള്ള കാര്യമാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസം തൊട്ട് വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങൾ, പ്രത്യേകിച്ചും ഈ കെട്ടിടത്തെ സംബന്ധിച്ച് തന്നെ ആദ്യം പറയുന്നു 3 നില കെട്ടിടമാണ് എന്നുള്ള കാര്യം, അതുപോലെ തന്നെ കണക്കുകൾ തെറ്റാണ് എന്നുള്ള കാര്യം, അത്തരത്തിൽ ചില പരാമർശങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് കൂടി വന്നതോടെയാണ് അവിടെ തടിച്ചുകൂടിയ ആളുകൾ മുഖ്യമന്ത്രിക്കെതിരെയും പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഡൽഹി അതായത് ഭരിക്കുന്നത് BJP ആണ്. നാണമുണ്ടോ? ഇതെങ്ങാനും കേരളത്തിൽ ഇത്തരത്തിലുള്ള അപകടം വരല്ലേ? ഒരു എക്സാമ്പിൾ പറയുകയാണ്. കേരളത്തിലാണെങ്കിൽ എത്രയേ പെട്ടെന്ന് ഇതൊക്കെ മാറ്റിയിട്ട് അകത്താരെങ്കിലും ജീവനുണ്ടെങ്കിൽ അവരെ പുറത്ത് എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയില്ലായിരുന്നോ? എടാ ഡൽഹിയിലെ BJPക്കാരാ, ഡൽഹി മുഖ്യമന്ത്രി നാണമുണ്ട്, ഉളുപ്പും പറയുന്ന സാധനം ഉണ്ടോ? കേരളത്തെ കണ്ട് പഠിക്കുന്നയൊക്കെ. ഓക്കെ, നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. റിണി എന്ന വൃത്തികെട്ട തെമ്മാടിയുടെ വിഷയത്തിലേക്കൊക്കെ കടക്കാം. അതിനു മുമ്പ് VD സതീശനെ കുറിച്ചിട്ട് ചില കോളേജ് വിദ്യാർത്ഥികൾക്ക് പറയാനുള്ളത്. ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇപ്പൊ റീൽസിലൂടെയൊക്കെ ട്രെൻഡിങ് ആണല്ലോ, പൂക്കി മുഖ്യമന്ത്രി എന്നൊരു പേര് ഇട്ട് കൊടുത്തു. അപ്പോൾ CM-ന് ഇഷ്ടമാണോ? എനിക്ക് CM-ന് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര വൈറലായിട്ട് കാണിക്കുകയാണ്. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര പോക്കി CM ആണ്. ഹാപ്പി ബർത്ത്ഡേ CM. സ്കൂളിലൊക്കെ നല്ല വൈറൽ, അപ്പോൾ എല്ലാവരും ഇതിനോട് സംസാരിക്കാറുണ്ട്. പിന്നെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. ചിരി ഇഷ്ടമാണ്. പൂക്കി ചിരി നല്ല ഇഷ്ടമാണ്. ഹാപ്പി ബർത്ത്ഡേ CM. റീൽസിലെല്ലാം CM ഭയങ്കര കത്തിക്കാണ്. പിന്നെ CM ഭയങ്കര പൂക്കിയാണ്, ഭയങ്കര ഫ്രണ്ട്ലി ആണ്. പിന്നെ കുറെ ആക്ഷൻസ് ഇടുന്ന ആളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ആക്ഷൻ കാണിക്കും. പിന്നെ വേറെ കുറെ ആക്ഷൻസ് ഇനി ഞങ്ങൾക്ക് വേണം. അത് ട്രെൻഡായി നിൽക്കണം സോഷ്യൽ മീഡിയയിൽ. ഹാപ്പി ബർത്ത്ഡേ CM. സതീശങ്ങൾ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഹാപ്പി ബർത്ത്ഡേ സതീശങ്ങൾ. ആള് നല്ല നിലപാടുള്ള ഒരാളാണ്. പറഞ്ഞ വാക്കിന് വിലയുള്ള ഒരാളാണ്. ഈ മറ്റേ മോഡിഫിക്കേഷൻ്റെ കാര്യങ്ങളായാലും എല്ലായാലും ഇപ്പോൾ നല്ലൊരു മൂലാണ് എല്ലാവരുടെ അടുത്തും പെരുമാറുന്നത്. അല്ലാതും പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും ആൾ മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ചിരിയൊക്കെ ഇഷ്ടമാണ്. ചിരി ഇഷ്ടമാണ്.
നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ പിള്ളേർ കൂടെ ട്രെൻഡിന് കൂടെ പോണ ഒരാളാണ്. അപ്പം നമ്മുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഹാപ്പി ബർത്ത്ഡേ CM. ഓക്കെ, നമുക്ക് എന്തായാലും റിണി പുതുതായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇംഗ്ലീഷിലാണ് പറയുന്നത്. നമുക്ക് എന്തായാലും അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. Actor and former journalist Rini Ann George was the first woman who publicly alleged inappropriate behavior against Congress MLA Rahul Manguttil. Who cares? Who cares? They are using many names, slut shaming me, and they are even saying that I am an agent of CPM. Like, they are giving a lot of stories, of false stories, and many people are believing it too. That is the main issue. So this is happening everywhere. I can't say that this is happening in just a party or this party is the problem. I can't say like that. Everywhere women is treated in this way. And this time the issue has worsened because they are trying to socially outcast me, slut shaming me, and targeting me and giving me like such names. They are trying to give an image that what's happening to Rini will happen to girls too, other girls too. So they are trying to they're trying to make them afraid. They are trying to defame me, and by defaming me, that person is trying to whitewash himself. I think that's happening. Actually, they are using me as a tool by defaming me and slut shaming me. People may think that all these are just made up stories and all. They are always trying to find out something from me to create this kind of image. This Rahul Manguttil allegations are not just from your part. There have been police cases now which he's fighting, and several women leaders from the Congress itself have spoken about his alleged predatory behavior, etc. They only want women who adjust with anything. The women who are bold and speak up, they are not encouraged actually. We know that women are in higher positions and power positions. These days women are coming to higher positions and power positions. But women are selected only for namesake. If they speak up, they are ignored. Late after that, they are outcasted from the society. So do you think this public campaign is also in some way to pressurize the CM into taking this person back, or to sort of bring down the gravity of the complaints in the eyes of the public? റെഡിയോട് ഒരു കാര്യം പറയുകയാണ്, രാഹുലിന് കേരളത്തിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ ഹിന്ദിയിൽ നോർത്തിലാണ് റെണിയുടെ കളി. ഇനി ഒരിക്കലും രാഹുൽ പുറത്തിറങ്ങി നടക്കരുത്. അതുകൊണ്ട് കണ്ട മാധ്യമങ്ങളിലൊക്കെ പോയിട്ട് രാഹുൽ എന്നെ അത് ചെയ്ത് ഇത് ചെയ്തു. റെഡി തെളിവുണ്ടോ? എന്തെങ്കിലും ഒരു തെളിവ് ഞാനൊന്നും പറയുന്നില്ല, പറഞ്ഞാൽ കൂടി ഇപ്പോൾ റിണി ബിഗ് ബോസിലേക്കെന്ന് സൂചന. ആ ഒരു വീഡിയോ ഞാൻ വെച്ച് തരാം. അതിനു മുമ്പ് നമ്മുടെ രമേശ് ചെന്നിത്തല ഒരു നല്ലവനായ പോലീസുകാരനെ വിളിക്കുന്ന ഒരു വീഡിയോ ദൃശ്യം നിങ്ങളൊന്ന് കാണണം. നമസ്കാരം. കൺഗ്രാജുലേഷൻസ്. നിങ്ങൾ നല്ലൊരു കാര്യമാണ് ചെയ്തത്. കേരള പോലീസിന് അഭിമാനമാണ് നിങ്ങളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു കേട്ടോ. അവിടെ ഞാൻ SP യോട് പറയാം, നിങ്ങൾക്ക് ഒരു പ്രത്യേക ഇത് കൊടുക്കാനായിട്ട് അവിടുന്ന് അയക്കാൻ പറയാം കേട്ടോ. നമുക്ക് എന്താ കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഓണറോ എന്തെങ്കിലും കൊടുക്കുന്ന കാര്യം ഞാൻ ചെയ്യാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. എവിടെ വീട്? മള്ളിശ്ശേരി. ഞാൻ പഴയ MP അല്ലായിരുന്നു, എനിക്കറിയാം മള്ളിശ്ശേരി. അപ്പൊ എല്ലാവിധ ആശംസകളും കേട്ടോ. വാഗത്താനം പോലീസ് സ്റ്റേഷൻ അല്ലേ? ശരി നന്നായി, അങ്ങനെ ചെയ്യണം കേട്ടോ. നോക്കൂ, ഇതാണ് ആഭ്യന്തരമന്ത്രി. എന്താ അല്ലേ ഇത് സംഭവം എന്ന് പറയുമ്പോൾ 3 ദിവസം പഴക്കമുള്ള ഒരു മൃതദേഹത്തെ ഇദ്ദേഹം എടുത്തതാണ്. ഗ്ലൗസ് ഒന്നും, അതായത് എല്ലാവരും പുച്ഛിക്കുന്നുണ്ടല്ലോ, അങ്ങനെ പുച്ഛിക്കാതെ എടുത്തിട്ട് നല്ലൊരു ആ ഒരു രീതിയിലാണ് നമ്മുടെ രമേശ് ചെന്നിത്തല ഇങ്ങനെ ചെയ്ത് ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ് ചെന്നിത്തലയ്ക്ക്. റിണി ബിഗ് ബോസിലേക്കൊന്ന് സൂചന, നിങ്ങൾ ഈ ഒരു വീഡിയോ കാണണം. ബിഗ് ബോസ് കാണൂ. ഒരു ബിഗ് ബോസിൽ ഒരു വിളി റിണിക്ക് വന്നാൽ പോവോ? അതെനിക്ക് അറിയില്ല കേട്ടോ. അത് ആ സാഹചര്യം പോലെ ഇരിക്കും. ബിഗ് ബോസ് കാണൂ? ബിഗ് ബോസ് കാണാറില്ല. എനിക്ക് ബിഗ് ബോസ് അത്ര ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയല്ല. കാരണം
അതിലിങ്ങനെ ആരുടെയെങ്കിലും വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന പോലത്തെ ഒരു പരിപാടിയാണല്ലോ അത്. ഓക്കെ ആ അതിനോട് പൊതുവെ അവൻ എന്ത് ചെയ്യുന്നു, ഇവളെന്താണ് ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവരാണ്. ഇത് ഇത്രയും പറഞ്ഞിട്ട് അടുത്ത സീസണിൽ മോഹൻലാൽ മലയാളി വരൂ എന്ന് പറയുവോ? അല്ല, വിളിച്ചാൽ ചിലപ്പോ പോവില്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം അത് നമുക്ക് അറിയില്ലല്ലോ അപ്പോഴത്തെ സിറ്റുവേഷൻ. മറ്റു പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ പോകാന്ന് വിചാരിച്ചേക്കാം. പക്ഷെ ബേസിക്കലി അങ്ങനെ ബിഗ് ബോസിനോട് വലിയ താല്പര്യമുള്ള ഒരു വ്യക്തിയല്ല. എനിക്ക് ഈ പരദൂഷണം ഒട്ടും ഇഷ്ടമില്ല. ഞാൻ ഒരാളുടെ ജീവിതത്തിൽ നോക്കാറില്ല. റിനി ഇടുന്ന ഡ്രസ്സിങ് എന്തോ ഡ്രസ്സിങ്ങാ, ഇതെന്തോ മേക്കപ്പാ എന്നൊക്കെ കമന്റുകൾ വരുമ്പോളേ തിരിച്ച് റിയാക്ട് ചെയ്യാൻ തോന്നുന്ന വാക്കുകൾ എന്തൊക്കെയായിരിക്കും? ചില സമയത്തൊക്കെ ഞാൻ റിയാക്ട് ചെയ്യാറുണ്ട്. അതിപ്പോ നമ്മുടെ മൂഡ് പോലെ ഇരിക്കും. അറിയാലോ, സ്ത്രീകളുടെ ഈ ടൈം ഇതുണ്ടല്ലോ. ചില സമയത്ത് നമുക്ക് ഇത്തിരി ദേഷ്യം വരുന്ന, ചില സമയത്ത് നമ്മൾ കൂളായിരിക്കും. അറിയാലോ, സ്ത്രീകളുടെ ഒരു മൂഡ് സ്വിങ്സ് ഉണ്ടല്ലോ. അതനുസരിച്ച് ചിലപ്പോൾ ദേഷ്യമൊക്കെ തോന്നിയിട്ടൊക്കെ ഉണ്ട്. എന്നാലും പൊതുവെ ഞാൻ അവോയ്ഡ് ചെയ്യും. ഇത് കേട്ട് 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 ഇപ്പൊ ആരെന്ത് ഒപ്പീനിയൻ പറഞ്ഞാൽ അതിനെ എഫക്ട് ചെയ്യാണ്ടായി. ചെയ്യത്തില്ല. ഇല്ല, ഇപ്പൊ ഒരാളൊന്ന് സുന്ദരിയാന്ന് പറഞ്ഞ ശരി, ഓക്കെ, നിങ്ങൾ പറഞ്ഞത് ഭയങ്കര സംഭവം എന്ന് പറഞ്ഞാൽ ഓക്കെ, നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്, നിങ്ങൾ മഹാ ക്രിമിനൽ ആണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയും ഓക്കെ ശരി, നിങ്ങളൊരു രസമില്ല, ഓക്കെ ശരി. നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ? അല്ല, അങ്ങനത്തെ രീതിയിലൊക്കെ. ഓക്കെ, റിണി പറയുന്നത് ഇങ്ങനെയാണ്. റിണിയെ ബിഗ് ബോസിൽ എടുത്താൽ ഏഷ്യനെട്ടുന്ന ചാനൽ എന്നേക്കും വേണ്ടിയില്ല. തൽക്കാലം ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ ബൈ.